ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സബ്ജക്റ്റ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ബികോം ഫോർത്ത് സെം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബേസിലുള്ള ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്നുള്ള സബ്ജക്റ്റാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ബാങ്കിങ് എന്നോ അല്ലെങ്കിൽ എന്താണ് ഇൻഷുറൻസ് എന്നോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഒരു ബാങ്കിങ് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ പർപ്പസ്, എങ്ങനെയാണ് ബാങ്ക് വന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ബാങ്കിൻ്റെ സിറ്റുവേഷൻ എന്താണ്, നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ അവസ്ഥ, അതും നമ്മുടെ ബാങ്കും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാനും എന്താണ് ഒരു രാജ്യത്തിൽ ബാങ്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് സഹായിക്കും. അപ്പോൾ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം. ചാപ്റ്റർ 1 ബാങ്കിങ് ആണ്. ഫസ്റ്റത്തെ ചാപ്റ്റർ പറയുന്നത് ബാങ്കിങ് ആണ്. അപ്പോൾ എന്താണ് ബാങ്കിങ് എന്ന്, അതിൻ്റെ ഡെഫിനിഷന്, അതിൻ്റെ ഫീച്ചേഴ്സ്, ദെൻ അതിൻ്റെ ഒറിജിൻ എങ്ങനെയാണ്, ദെൻ എന്താണ് അതിൻ്റെ പർപ്പസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ. അതായത് ബേസിക് ആയിട്ടുള്ള ബാങ്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ. അപ്പോൾ നിങ്ങൾക്കറിയാം ബാങ്കിങ് എന്ന് പറയുമ്പോൾ ബാങ്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും എന്താണ് അതിൻ്റെ ആവശ്യകത എന്നൊക്കെ നിങ്ങൾക്കറിയാം. എങ്കിൽ പോലും നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം എന്താണ് ബാങ്ക് എന്നുള്ളത്. അപ്പോൾ എന്താണ് ബാങ്ക്? നമുക്കറിയാം, the development of every country mainly depends upon banking system. The banks are the main participants of a financial system. It is essential for economic growth. സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം അല്ലേ. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, അവിടുത്തെ ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലേ. ഫിനാൻഷ്യൽ സിസ്റ്റത്തെ താങ്ങി നിർത്തുക, അതിൻ്റെ പില്ലേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ബാങ്കുകൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് പണം, അതിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഒക്കെ തീരുമാനിക്കുന്നത്, അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ ഫ്ലോ നടപ്പിലാക്കുന്നത്, അതിൻ്റെ പ്രോസസ്സ് കൈകാര്യം ചെയ്യുന്നത് എല്ലാം പറയുന്നത് ആരാണ്? ബാങ്കുകളാണ് അല്ലേ. അപ്പോൾ ബാങ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ആ രാജ്യം എന്താണ്? വികസനമില്ലാത്ത, ഡെവലപ്മെൻ്റ് ഇല്ലാത്ത ഒരു രാജ്യമായിട്ടേ കാണും. കാരണം നമുക്കറിയാം, സാധാരണക്കാരായ നമ്മൾ പോലും ഒരു ദിവസം അല്ലെങ്കിൽ വീക്കിലി നമുക്ക് ബാങ്കുമായിട്ട് ബന്ധപ്പെടാത്ത ദിവസങ്ങൾ കുറവായിരിക്കും അല്ലേ. കാരണം നമ്മളെല്ലാവരും ബാങ്കുമായിട്ട് റിലേറ്റഡ് ആണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രവർത്തനത്തിന് നമ്മൾ ബാങ്കിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ബാങ്കിങ് ആക്ടിവിറ്റീസിനുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഒരു നാഷൻ്റെ നിലനിൽപ്പിന് നമ്മുടെ ബാങ്ക് ആവശ്യമാണ് എന്ന് പറയാനുള്ള കാരണവും അല്ലേ. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയും, ഇപ്പോൾ ഇന്ത്യൻ്റെ ആണെങ്കിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ താങ്ങി നിർത്തുന്ന ഒരു കരുത്ത് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഇന്ത്യയുടെ എന്നല്ല വേൾഡിലെ ഒരു എക്കണോമിക് ഗ്രോത്തിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു രാജ്യത്തുള്ള ബാങ്കിൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും അല്ലേ. അവിടുത്തെ ബാങ്കിങ് സിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ആ ഒരു രാജ്യത്തെ ഡെവലപ്മെൻറ്റും ഗ്രോത്തും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണ് ബാങ്കിങ്? അപ്പോൾ ബാങ്കിങ്ങിന് മീനിങ് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം? ബാങ്ക്സ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ചാനൽ പീപ്പിൾസ് സേവിങ്സ് ഇൻ ടു പ്രൊഡക്റ്റീവ് ലോൺസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ദസ് ബാങ്കിങ് മെയിൻലി റെഫേഴ്സ് ടു ഡെപ്പോസിറ്റ്സ് ആൻഡ് ലോൺസ് അല്ലേ. ബാങ്ക് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോൺ തരാനും നമ്മുടെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു സ്ഥാപനം. സാധാരണക്കാരായ നമ്മൾ അങ്ങനെ പറയും അല്ലേ. ബാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കടം വേണമെങ്കിൽ, നിങ്ങൾക്കൊരു ലോൺ എടുക്കണമെങ്കിൽ നിങ്ങൾ ബാങ്കിനെ പോയി സമീപിക്കും. നിങ്ങളുടെ കയ്യിലൊരു എക്സ്ട്രാ എന്തെങ്കിലും ഒരു എമൗണ്ട് നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കുക എന്നുള്ള
ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, അത് ബാങ്കിൽ കൊണ്ടിടും അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് ബാങ്കിങ്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുകയാണ് ഈ ചെയ്യുന്നത്. ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ചാനൽ പീപ്പിൾസ് സേവിങ്സ് അല്ലേ. നമ്മുടെ കയ്യിൽ 100 രൂപ കിട്ടിയാൽ അതിലൊരു 80 രൂപ നമ്മൾ ചിലവാക്കി ബാക്കി 20 രൂപ നമ്മുടെ കയ്യിൽ സേവിങ്സ് ആയിട്ടുണ്ട്. ഈ സേവിങ്സ് നമ്മുടെ കയ്യിൽ വെറുതെ കിടക്കുകയാണ് അല്ലേ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ബാങ്കിൽ കൊണ്ടുപോയിട്ട് വെക്കും. അതിനെ പറയുന്ന പേരാണ് ഡെപ്പോസിറ്റ്സ് അല്ലേ. അപ്പോൾ പീപ്പിൾസ് സേവിങ്സ് ഇൻ ടു പ്രൊഡക്റ്റീവ് ലോൺസ്. നമ്മൾ ഈ സേവ് ചെയ്ത ഈ ഒരു പണം നമ്മൾ ഡെപ്പോസിറ്റായി ബാങ്കിൽ വെച്ചാൽ മറ്റൊരാൾക്ക് ഈ ഒരു 20 രൂപ കിട്ടിയാൽ പല ആവശ്യങ്ങളും ഉണ്ടാവും അല്ലേ. അല്ലെങ്കിൽ അതിൽ നിന്നൊരു 10 രൂപ കിട്ടിയാൽ തന്നെ പല ആവശ്യങ്ങളും നിറവേറ്റാൻ റെഡി ആയിരിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് എന്ത് ചെയ്യും, അതൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ലോൺ ആക്കിയിട്ട് ആര് കൊടുക്കും, നമ്മുടെ ബാങ്കേഴ്സ് എത്തിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പ്രോപ്പർ അലോക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബാങ്ക് വഴി നടക്കുന്നത് എന്താണ്, പ്രോപ്പർ അലോക്കേഷൻ ഓഫ് റിസോഴ്സ് അല്ലെങ്കിൽ ഫണ്ട്. ഇല്ലാത്ത ആളുകളിലേക്ക് ഉള്ള ആളുകളിൽ നിന്നും പണം എത്തിക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ചാനൽ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം അല്ലേ. നമ്മുടെ കയ്യിൽ 20 രൂപ ബാലൻസ് ആണ്, അത് അവിടെ ഐഡിയലായി കിടക്കുന്നതിന് പകരം അത് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലോൺ ആയിട്ടോ മാറ്റും. നമ്മൾ സേവ് ചെയ്യുന്ന നമുക്ക് എന്താണ് ഉപകാരം, അപ്പോൾ ആ 20 രൂപ നമ്മൾ സേവ് ചെയ്താൽ ഡെപ്പോസിറ്റ് ചെയ്താൽ അത് കുറച്ച് ടൈം കഴിയുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ 25 രൂപ ആയിട്ടോ 30 രൂപ ആയിട്ടോ നമുക്കത് തിരിച്ച് കിട്ടും അല്ലേ. അതേപോലെ തന്നെ ബാങ്കിനും എന്ത് കിട്ടും, ആ 20 രൂപ മറ്റൊരാൾക്ക് നൽകിയാൽ അയാൾക്ക് അയാളുടെ ആവശ്യം നടക്കും, കൂടെ തന്നെ ബാങ്കിന് അതൊരു വരുമാനമാകും. ആ ഒരു വരുമാനത്തിൽ നിന്നും നിങ്ങളുടെ സേവിങ്സിനുള്ള ഒരു റിട്ടേണും അവർ തരും അല്ലേ. അപ്പോൾ ഈ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ചാനലാണ് അല്ലേ, രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന ഒരു ചാനലാണ് എന്ന് നമുക്ക് പറയാം. സേവിങ്സ് അഥവാ ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ലെൻഡേഴ്സ്, അതാണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ. ഇനി അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം. Definition. A broader definition of banking is any financial institution, ഏതെങ്കിലും ഒരു financial institutions that receives, അത് സ്വീകരിക്കുകയാണ്, അല്ലെങ്കിൽ that collect or transfer or pays or exchange or lend or invest or safeguard money for its customers. ഓക്കെ, പറയുന്നത് എന്താണ്, ബാങ്കിങ് ഈസ് എനി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയും എന്ത്, ബാങ്കിങ് എന്ന് അല്ലേ. എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്, റിസീവ്സ് ഡെപ്പോസിറ്റ്സ് അല്ലേ, കളക്ട് ഫണ്ട്, ട്രാൻസ്ഫർ ഫണ്ട്, പേയ്സ് ഫോർ സർവീസസ് അല്ലേ, ദെൻ എക്സ്ചേഞ്ചസ് അല്ലേ, ഫണ്ട് എക്സ്ചേഞ്ചസ്, ലെൻഡ് മണി, ദെൻ ഇൻവെസ്റ്റ് or safeguard money for its customers അല്ലേ. അപ്പോൾ പണം സ്വീകരിക്കുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ പേയ്മെൻറ്റ് നടത്തുകയോ എക്സ്ചേഞ്ച് ചെയ്യുകയോ കടം കൊടുക്കുകയോ അല്ലെങ്കിൽ നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുകയോ ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയും. ഇതിലേതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ, ഇതെല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ബാങ്കിങ് എന്ന് പറയാം അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്, ഫിനാൻസിങ് കമ്പനീസ്, മണി ലെൻഡേഴ്സ് ആർ ജസ്റ്റ് സം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഹാവ് എൻഗേജ്ഡ് ഇൻ ബാങ്കിങ്. അപ്പോൾ ബാങ്കിങ് ആക്ടിവിറ്റിയിൽ ഉൾപ്പെട്ട സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സിലെ എന്ന് വെച്ചാൽ ബാങ്കുകൾ, ഫിനാൻഷ്യൽ കമ്പനീസ് ഉണ്ടാവും, അതായത് ബാങ്കിങ് അല്ലാത്ത നോൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആൻഡ് മണി ലെൻഡേഴ്സ് അല്ലേ, സോറി നോൺ ഫിനാൻഷ്യൽ അല്ല, ഫിനാൻസിങ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് അല്ലാത്ത മറ്റു കമ്പനികൾ അല്ലേ, ദെൻ മണി ലെൻഡേഴ്സ് അല്ലേ, ഇവരൊക്കെ എന്താണ് ബാങ്കിങ് ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടവർ. അപ്പോൾ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനമാകണമെന്നില്ല, ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിലും നമുക്ക് എന്ത് പറയാം, അയാളും ബാങ്കിങ് ആണ് ചെയ്യുന്നത് അല്ലേ. മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ആണ്, അതേസമയം ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻസിങ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ അതൊരു എൻറ്റിറ്റി ആണ് അല്ലേ. അപ്പോൾ ഈ രണ്ടാളുകളെയും നമുക്ക് എന്ത് പറയാം, ബാങ്കിങ് എന്ന് പറയാം. ഓക്കെ, ഇനി
ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എക്സാമിനൊക്കെ നിങ്ങളോട് ഡിഫൈൻ ബാങ്കിങ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഡെഫിനിഷൻ എഴുതാം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. ഇത് ഡിഫൈൻ ചെയ്തത് ആരാണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. അപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ റെഗുലേഷൻ ആക്റ്റിൽ തന്നെ അതിനെ ഡിഫൈൻ ചെയ്തത് സെക്ഷൻ 5 എന്നാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നത് 1949. എന്താണ് അതിൽ പറയുന്നത്? ബാങ്കിങ് മീൻസ് ദ അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് or investment of deposits of money from the public, repayable on demand or otherwise, and withdrawal by check, draft, order or otherwise. ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഡിഫൈൻ ബാങ്കിങ് ചോദിച്ചാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്കിങ് മീൻസ് അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ്, കടം കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? സ്വീകരിക്കുകയാണ്. ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ, ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദി പബ്ലിക്, പബ്ലിക്കിൽ നിന്നാണ് നമ്മൾ ഡെപ്പോസിറ്റ്സ് വാങ്ങുന്നത് അല്ലെങ്കിൽ മണി റിസീവ് ചെയ്യുന്നത് അല്ലേ. ദെൻ റീപേബിൾ ഓൺ ഡിമാൻഡ്, എപ്പോൾ ആവശ്യപ്പെട്ടാലും ഡെപ്പോസിറ്റർ എപ്പോഴാണോ പണം ആവശ്യപ്പെടുന്നത് ആ സമയത്ത് അത് തിരിച്ചു നൽകും. ഓർ അതർവൈസ് അല്ലേ, അല്ലെങ്കിൽ മെച്യൂരിറ്റി ടൈം, അതാണ് ഓർ അതർവൈസ് എന്ന് പറഞ്ഞാൽ. എപ്പോഴാണോ അതിൻ്റെ മെച്യൂരിറ്റി ടൈം ആ ടൈമിൽ നമ്മളത് തിരിച്ച് റീപേയ്മെൻറ്റ് നടത്തും. ആൻഡ് വിഡ്രോവൽ ബൈ ചെക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് വഴി വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് വഴി, അല്ലെങ്കിൽ ഓർഡർ ഓർ അതർവൈസ്. ഇപ്പോൾ പല മാർഗങ്ങളുണ്ട് വിഡ്രോ ചെയ്യാൻ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണെന്ത്? ഈ പ്രവർത്തനങ്ങളെയാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ആര്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഡെഫിനിഷൻ. ഓക്കെ, അതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ബാങ്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സ് ആക്കി എഴുതാം. അതിൽ കുറച്ച് മാത്രം ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തതാണ്, ടെക്സ്റ്റിലുള്ളത് മാത്രം. ഓക്കെ, ഒന്നാമത്തെ പറയുന്നത് എന്താണ്? ഡീൽസ് വിത്ത് മണി. നമുക്കറിയാം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ബാങ്കിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സാധാരണയായിട്ടും ഫിനാൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്, അഥവാ മണി അല്ലെങ്കിൽ ക്യാഷ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊവൈഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ്. അതുപോലെ തന്നെ റിസീവിങ് ഡെപ്പോസിറ്റ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ഫീച്ചേഴ്സ് ആക്കി എഴുതാം. ദെൻ തേർഡ് വൺ പറയുന്നത് ഐഡൻറ്റിറ്റി ആണ്. ഐഡൻറ്റിറ്റി എന്ന് പറയാൻ കാരണം നെയിം അല്ലേ, നെയിം ഓഫ് എ ബാങ്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ബാങ്കിൻ്റെ ഓരോ ബാങ്കും ഓരോ ഐഡൻറ്റിറ്റിയിലാണ് അറിയപ്പെടുന്ന ഒരു എന്താ പറയുക, ലീഗൽ ഇൻഡിവിജ്വൽ ആയിട്ടാണ് അല്ലേ. ഒരു ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട് എല്ലാ ബാങ്കിനും. അപ്പോൾ ഒരു പ്രത്യേക ഐഡൻറ്റിറ്റി ഉള്ള ഒരു സ്ഥാപനമാണ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ വിഡ്രോവൽ ആൻഡ് പേയ്മെൻറ്റ് ഫെസിലിറ്റീസ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സർവീസസിന് പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് ഫെസിലിറ്റീസൊക്കെ നമുക്ക് ബാങ്ക് വഴി നടത്താം അല്ലേ. നിങ്ങളിപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കണമെങ്കിൽ, ഫോൺ ബില്ല് അടക്കണമെങ്കിൽ, ഇതിനൊക്കെ എന്തുണ്ട്? പേയ്മെൻറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നൽകണമെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാങ്ക് വഴി നൽകാം. ദെൻ ബിസിനസ്, ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫിനാൻഷ്യൽ ബിസിനസ് ആണ് അല്ലേ. അപ്പോൾ ആ മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മേക്കിംഗ് പ്രോഫിറ്റ് ആണ്. ദെൻ ഇൻക്രീസിങ് ഫങ്ഷനാലിറ്റി, നമുക്കറിയാം ഡേ ബൈ ഡേ എന്താണ്? ഒരു ബാങ്കിങ്ങിൻ്റെ ഫങ്ഷൻസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം എന്ന് പറയുന്നത് റിസീവിങ് ഡെപ്പോസിറ്റ്സ്, അത് പ്രൊവൈഡ് ലോൺസ്, ഇങ്ങനെ കുറച്ച് കോറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എന്തൊക്കെയുണ്ട്? ഇപ്പം എന്തൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിനെ സമീപിച്ചാൽ മതി അല്ലേ. ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ഏജൻ്റ് ആയിട്ട് നമ്മളെ ബാങ്ക് മാറിയിട്ടുണ്ട്. അതാണ് ഇൻക്രീസിങ് ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്. ദെൻ ബാങ്ക് ക്യാൻ ബി എ കമ്പനി ഓർ ആൻ ഇൻഡിവിജ്വൽ പ്രൊവൈഡിങ് ബാങ്കിങ് സർവീസസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ ഒരു ഇൻഡിവിജ്വൽ ആവാം അല്ലെ. മണി ലെൻഡർ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആണ്. അതേസമയം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയാണ്. അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിലേതുമാവാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അതിൻ്റെ അഡ്വാൻസസ് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇത്രയും നോക്കാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.